അതെന്താ? കുഞ്ഞെ, ഡോക്ടർ സാർ താഴെ വന്നിട്ടുണ്ട്. ദാ വരുന്നു. നൗ യു പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പേടിക്കാനൊന്നുമില്ല. നീ പഴയ പോലെ ഓടിച്ചാടിയൊക്കെ നടക്കാം. പിന്നെ ഞാൻ കേട്ടായിരുന്നു താൻ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകാനും. അത് നല്ലതാ. എന്നാലേ ഈ ഒരു ഹാലൂസിനേഷനിലേക്ക് ആ ഒരു ഇതൊക്കെ മാറത്തുള്ളൂ. ഞാൻ ടാബ്ലറ്റ്സ് എഴുതിയിട്ടുണ്ട്. ടേക്ക് കെയർ. താങ്ക് യു ഡോക്ടർ. నాగాను సొప్పనమే ബിസിനസ് ഇൻഡസ്ട്രീസിലെ ഫസ്റ്റ് ടോപ്പ് 5 എടുത്താൽ അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള 2 കമ്പനീസാണ് കിൻഡർ മെസ്സും പരമ ഗ്രൂപ്പ്സും. സോ നിങ്ങളുടെ കൊളാബറേഷനിൽ പരമ ഗ്രൂപ്പ്സിന്റെ സെക്കൻഡ് ഹയർ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഷീ ഈസ് പ്രസന്റ് ഹിയർ. We always have a touch with Kim members, so we are so excited to work with them. And about the hire, she is not present today, but she will be working with us. And അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവൻ ആ ബെഞ്ചിലിരുന്നു കൊണ്ട് തൻ്റെ മുന്നിൽ അസ്തമിക്കുന്ന സൂര്യനെ നോക്കി നിന്നു. മനസ്സിൽ ഒരു ചെറിയ നോവായി അവൻ്റെ പ്രണയത്തെ ഓർത്ത്. എപ്പോഴെന്നറിയില്ല, അവൻ ചെറുതായി മയങ്ങിപ്പോയി. അവളെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. യജമാന, അവൻ എത്തിയിട്ടുണ്ട്. ഇവളുടെ അംഗമറ്റ ശരീരമാണ് യുവരാജാവിന് വേണ്ടിയുള്ള എന്റെ സമ്മാനം. നീയിപ്പോ ശരിക്ക് നിനക്കിപ്പോ എന്നൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് നിന്റെ വിചാരം? എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി നിന്റെ അണ്ടവരെ നിന്റെ ശിരസ് എൻ്റെ മടിയിൽ കൊണ്ട് വെക്കും. എൻ്റെ മക്കൾ, നിന്റെ കാലം കഴിയാറായി. ഇത് നാം തരുന്ന വാക്കാണ്. പെട്ടെന്ന് അവൻ എന്തോ ഓർത്ത പോലെ കണ്ണു തുറന്നു. ചുറ്റിനും ഒന്ന് നോക്കിയപ്പം ഒരു സ്ത്രീ അവരവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പതിയെ അവരവൻ്റെ അടുത്ത് നടന്നു വന്നു. അവൻ ആ മുഖം ഓർത്തെടുക്കാൻ അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു. അവർ പതിയെ അവൻ്റെ അടുത്ത് വന്ന് നിന്നു. ഏറെ വാത്സല്യത്തോടെ അവർ അവൻ്റെ തലയിൽ തലോടി. ഒരു ചെറു ചിരിയോടെ അവർ പറഞ്ഞു, നീ പണ്ട് ചെയ്ത തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കരുത്. എന്തുകൊണ്ടെന്നറിയില്ല, അവൻ അനുസരണയിലൊരു കുഞ്ഞിനെ പോലെ എല്ലാം കേട്ട് തലയാട്ടി. പെട്ടെന്ന് അബിക്കൊരു കോള് വന്നു. അതും അമ്മുവായിരുന്നു. പാർട്ടി കഴിഞ്ഞ് അവൻ നേരെ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത്. അബി ഫോൺ എടുത്തതും അമ്മുവിൻ്റെ തൊണ്ട കീറിയ നിലവിളി ആദ്യം കേട്ടത്. നീ എന്തിനാ ഫോൺ കൊണ്ടു നടക്കുന്നേ? ആരെങ്കിലും വിളിച്ച് എടുക്കാൻ നിനക്കറിയില്ലേ? എത്ര തവണ നിന്നെ വിളിക്കണം? നിനക്ക് ആരോടെങ്കിലും പറഞ്ഞിട്ട് പൊക്കൂടെ? ഇവിടെ മനുഷ്യൻ തീ തിന്നുമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അമ്മ അവനെ ചീത്ത പറയാൻ തുടങ്ങി. എല്ലാം ഒരു ചെറു ചിരിയോടെ അവൻ കേട്ടിരുന്നു. ആരെങ്കിലും ഉണ്ടല്ലോ തന്നെ ഇങ്ങനെ ചീത്ത പറയാനെന്നുള്ള ആശ്വാസമായിരുന്നു അവന്. ഫോൺ കെട്ടി തിരിഞ്ഞു നോക്കിയപ്പം ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ചുറ്റിനും നോക്കി. ആ സ്ത്രീ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും പോയിരിക്കുന്നു. അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. രാധമ്മ ചേച്ചി, മിച്ചു എഴുന്നേറ്റില്ലേ? അവളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. എൻ്റെ കുഞ്ഞെ, ഞാനും അതിന് പറയാനാ വന്നത്. എൻ്റെ കൂടെ വാ, ഒരു സൂത്രം കാണിച്ചു തരാം. അതും പറഞ്ഞുകൊണ്ട് അവർ അവൻ്റെ കൈയും പിടിച്ച് മിച്ചുവിൻ്റെ റൂമിലേക്ക് കടന്നു. മിച്ചു അഥവാ മിത്ര. നമ്മുടെ നിരഞ്ജന അങ്ങനെയാണ് അവൾ വിളിക്കുന്നത്.
റൂമിലേക്ക് ചെന്നവർ കണ്ടത് ഇതായിരുന്നു. നിരഞ്ജനെ കണ്ടതും മിത്ര ഓടി അവൻ്റെ അടുത്തെത്തി. ഏട്ടാ, ഞാൻ റെഡിയായി, നമുക്കെന്നാ പോയാലോ? കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇരുവരും കമ്പനിയിലെത്തി. Sir, this way. Please come with me. അയാൾ അവൻ അബിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. May I come in? Oh yes, please. അബി ചിരിച്ചുകൊണ്ട് നിരഞ്ജനെ അകത്തേക്ക് ക്ഷണിച്ചു. താനിതുവരെ എൻ്റെ സിബ്ലിനെ കണ്ടിട്ടില്ലല്ലോ. മീറ്റ് മിത്ര വിശ്വനാഥ്, എൻ്റെ സിസ്റ്ററാണ്. അവൾ പതിയെ വാതിൽ തുറന്നകത്തേക്ക് വന്നു. ദുവാ